സമഗ്ര ശിക്ഷ കേരളം കായംകുളം BRC ലിറ്റിൽ എക്സ്പെർട്ട് പ്രോഗ്രാം രാമപുരം സ്ട്രീം ഹബ്ബിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം കായംകുളം BRCയുടെ ലിറ്റിൽ എക്സ്പെർട്ട് പ്രോഗ്രാം രാമപുരം സ്ട്രീം ഹബ്ബിൽ ആരംഭിച്ചു. ലിറ്റിൽ എക്സ്പെർട്ട് പ്രോഗ്രാമിന്റെ ആദ്യഘട്ടത്തിൽ രാമപുരം സ്കൂളിലെ 25 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ഏറ്റവും പുതിയ ടെക്നോളജികൾ ഇഷ്ടപ്പെടുകയും അതിന് അടുത്തറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും SSKയും ചേർന്ന് സ്ട്രീം ഇക്കോസിസ്റ്റം എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. ലിറ്റിൽ എക്സ്പെർട്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ഇതുമായി ബന്ധപ്പെട്ടാണ് രൂപം നൽകിയത്. 7, 8, 9 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ്, വെർച്വൽ റിയാലിറ്റി, സയൻസ് തുടങ്ങിയ സെഷനുകളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നത്. ഇതുവഴി സ്ട്രീം അംബാസഡർ ആകാനും സ്ട്രീം ഹബിന്റെ സാധ്യതകൾ പരിചയപ്പെടാനും സഹപാഠികൾക്കും കൂട്ടുകാർക്കും അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഓരോ കുട്ടികൾക്കും സാധിക്കും. 40 പേർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. കായംകുളം BRCയുടെ പരിധിയിൽപ്പെട്ട 7 സ്കൂളുകളിലെ 40 കുട്ടികൾക്കാണ് ലിറ്റിൽ എക്സ്പെർട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് അവസരം കിട്ടിയത്. രാമപുരം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീദേവിയുടെ അധ്യക്ഷതയിൽ രാമപുരം സ്ട്രീം ഹബിൽ ലിറ്റിൽ എക്സ്പെർട്ട് പരിശീലനം നടന്നു. കായംകുളം BPC ബിന്ദുമോൾ V ചടങ്ങിന് ആശംസ അർപ്പിച്ചു. കായംകുളം BPC ബിന്ദുമോൾ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലാഭമാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന സാധന സാമഗ്രികളാണ് ഇതിനകത്ത് സജ്ജമാക്കിയത്. ഇത് എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ നടക്കുന്ന ക്ലാസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിന് വലിയ താമസമുണ്ട്. ആലപ്പുഴ ഒട്ടിക്കപ്പെടുന്ന രാമപുരമായിരുന്നു. ഒരു വിദ്യാർത്ഥി പഠിക്കാനുള്ള ഭൗതിക നിരീക്ഷണം ക്ലാസ്റൂമുകളായി പറഞ്ഞ പേരുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാം ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളെന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലാതെ ഞാൻ പഠിച്ച് നല്ല മാർഗ് വാങ്ങിച്ച് എനിക്കൊരു ജോലി കിട്ടി വിദ്യാർത്ഥി കഴിച്ച് കുടുംബസമേതം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രായോഗികമാക്കി സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സമൂഹത്തോട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിത്വത്തെ കണ്ടുകൊണ്ട് ലോകം നടന്ന വിവിധങ്ങളായ ഇത്തരം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്വായത്തമാക്കുവാൻ നമുക്ക് കിട്ടിയ വർഷമാണ് രാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സ്ട്രീം എന്ന് പറയുന്നത്. ഏറ്റവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര ശാസ്ത്രപരമായിട്ടുള്ള ഗവേഷണങ്ങളും അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും എല്ലാം ഗൗരവമായ ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും അതിനെന്താണ് പരിഹാരം. ഇപ്പോൾ മാലിന്യ സംസ്കരണം നമ്മുടെ സ്ട്രീമിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് ഈ മാലിന്യമാണ്. ആ മാലിന്യത്തെ സംസ്കരിക്കാൻ വിവിധ തരങ്ങളിലുള്ള പദ്ധതികളുണ്ട്. പക്ഷെ നമുക്ക് തനതായി എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടേതായ ഗവേഷണപരമായിട്ടുള്ള ആ ചിന്തയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കായംകുളം BRC കോർഡിനേറ്റർമാരായ V അനിൽ ബോസ്, പൂർണിമ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്ട്രീം കോർഡിനേറ്റർ നൌഫിറ C കൃതജ്ഞത പറഞ്ഞു. ലിറ്റിൽ എക്സ്പെർട്ട് പ്രോഗ്രാമിന്റെ ആദ്യഘട്ടത്തിൽ രാമപുരം സ്കൂളിലെ 25 വിദ്യാർത്ഥികൾക്ക് ഹബ് എക്സ്പെർട്ട് ഹർഷാഞ്ജലി പരിശീലനം നൽകി. CDNet ന്യൂസ്, കായംകുളം.